ഇന്ന് വർക്കില്ലാത്തൊരു ദിവസമായതുകൊണ്ട് കുറച്ച് ബില്ലൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജപ്പാനിലെ ഓരോ റൂമുകൾക്കും ഇതുപോലെയുള്ളൊരു പോസ്റ്റ് ബോക്സ് ഉണ്ടാവും. ഈ ഒരു ബോക്സിലായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, നമ്മുടെ ഗ്യാസ് ബില്ലൊക്കെ വരാറ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പം ബില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് അടക്കാൻ പറ്റും. ഓൺലൈനായിട്ടും പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്കവരും ഇങ്ങനെ കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഫാമിലി മാർട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് സ്നോ ഒക്കെ ആയിരുന്നു, അപ്പം സൈക്കിൾ എടുത്തിട്ട് പോകൽ കുറച്ച് പ്രോബ്ലമാണ്. എന്നാലും അടുത്തായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നു. ഇത് ജപ്പാനിലെ ഒരു ലോക്കൽ റെയിൽവേ ഗേറ്റാണ്. ഞാൻ റെയിൽവേ ഗേറ്റിനെ കുറിച്ച് കുറച്ച് നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൺവീനിയൻസ് സ്റ്റോറിലെത്തി ഇതുപോലെ സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി മാർട്ടിലാണ് വന്നത്, ഫാമിലി മാർട്ടിൽ നിന്നാണ് നമ്മൾ ബില്ല് അടക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ബില്ല് ഏതാണോ അടക്കേണ്ടത് ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കുക. അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്താൽ മാത്രം മതി, അവർക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. വിൻ്റർ സമയത്ത് മിക്കവരും യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ ഹീറ്ററാണ്. അതുകൊണ്ട് കറണ്ട് ബില്ല് ഈ ഒരു വിൻ്റർ ടൈം കുറച്ച് കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.